ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത് ഡോർ ലാച്ച് ഓപ്പൺ ചെയ്യാൻ പോകണം. അതിനകത്ത് എന്തൊക്കെ പാർട്സുകളാണെന്നുണ്ട് നമുക്ക് നോക്കാം. ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഡോർ ലാച്ച് മനസ്സിലാവാത്തൊക്കെ കാണിച്ചു തരാം എന്താണ് ഡോർ ലാച്ച് എന്നുള്ളത്. അപ്പോൾ ഡോർ ലാച്ച് വരുന്ന സാധനം ഇതാണ്. നമ്മുടെ കാറ് ഡോർ അടച്ചിട്ട് ലോക്കായിരിക്കുമല്ലോ, അപ്പോൾ അതിനകത്തുള്ള ലോക്ക് ഇതാണ്. ഈ സാധനം വെച്ചിട്ട് കഴിഞ്ഞാണ് നമ്മളത് ലോക്ക് ആവുന്നതും ഓപ്പൺ ചെയ്യണമൊക്കെ ഈ ഒരു സംഭവമാണ്. നമ്മളെ വാതിനകത്ത് ലോക്ക് വരില്ല, അതേപോലത്തെ സംഭവമാണ് ഡോറിൽ ഫിറ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ ലോക്ക് സെൻട്രൽ ലോക്കും ഇതിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. എക്സ്ട്രാ സെൻട്രൽ ലോക്ക് അല്ല, ഇതിനകത്ത് തന്നെ സെൻട്രൽ ലോക്കും എല്ലാം ഇതിനകത്ത് തന്നെ വരുന്നത്. അത് ഈ സ്വിഫ്റ്റിന്റെ ഡോർ ലാച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെ പാർട്സാണ് ഉള്ളതെന്ന് നോക്കാം. ഇതിന്റെ ഹാൻഡിലേക്ക് പോണ കേബിളാണ് കേട്ടോ. ഈ കേബിൾ വഴിയാണ് ഒന്ന് ലോക്ക് ചെയ്യണതും ഒന്ന് ഡോർ ഓപ്പൺ ചെയ്യാനുള്ളതുമാണ്. അപ്പം ഇതിന്റെ കംപ്ലൈന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിൽ പ്ലേ കൂടുതലാണ്. ഈ പ്ലേ കൂടുതലുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റുന്നില്ല. പുറത്തുനിന്ന് തുറക്കാൻ പറ്റും. പുറത്തുനിന്നുള്ള ലോക്ക് ഈ കാണാനാണ്. ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന ഇതാണ്. ഇത് ഉള്ളിലുള്ളതാണ്. ഉള്ളിൽ നമുക്ക് ഇത് തുറക്കാൻ പറ്റുന്നില്ല. അത് അത്രയും പ്ലേ കൂടുന്നതുകൊണ്ടാണ് ഉള്ളിൽ നമുക്ക് തുറക്കാൻ പറ്റാത്തത്. അതാണ് ഈ ലാച്ചിന്റെ കംപ്ലൈന്റ്. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. സെൻട്രൽ ലോക്ക് എല്ലാം വർക്ക് ആവുന്നുണ്ട്. ഈ ഒറ്റ കംപ്ലൈന്റ് ആണ് ഇതിന് ഉള്ളത്. അപ്പൊ നമുക്ക് ഇത് അഴിച്ചു നോക്കാം. അഴിക്കണമെങ്കിൽ ഇതാ കുറെ സ്ക്രൂകളുണ്ട്. ഇതാ ഇങ്ങനെ ചുറ്റും കുറെ സ്ക്രൂകളുണ്ട്. ഈ സ്ക്രൂ അഴിച്ചിട്ട് വേണം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ കവർ അഴിക്കണം. എന്നിട്ട് പോയി കേബിള് അഴിച്ചു മാറ്റണം. അപ്പൊ അതിന് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുത്തായി. പോന്നിട്ടുണ്ട്. ഈ കേബിള് ജസ്റ്റ് ഇവിടുന്ന് പൊക്കി കൊടുക്കുക. ഈ കേബിളാണ് നമ്മൾ ഡോറ് ഉള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഡോർ തുറക്കാനുള്ളത്. ഇത് ലോക്ക് ആവാനുള്ളതാണ്. അതായത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ലോക്കാവും, അങ്ങനെ കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അപ്പോൾ ഈ കേബിൾ നമുക്ക് ആദ്യം മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ കേബിള് ഇതേപോലെ പൊക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒന്ന് എടുക്കുക. ഇനി നമുക്ക് ഈ ലോക്കിനെ ഒന്ന് അഴിച്ചു മാറ്റണം. ഈ സ്ക്രൂ അഴിക്കുക. എന്നിട്ട് ഒന്ന് പൊക്കി കൊടുത്തായി. ഓക്കെ. ഇനിയുള്ളത് ഈ ചുറ്റുപാടിലെ സ്ക്രൂകൾ ഫുള്ളായിട്ട് അഴിച്ചെടുക്കണം. പുതിയ വരുന്ന വണ്ടികളിലൊക്കെ ഈ മോഡല് ലാച്ചാണ് വരുന്നത്. സെൻട്രൽ ലോക്ക് ഇതിലാണ് തന്നെ വരുന്നത്. നമ്മൾ സെൻട്രൽ ലോക്ക് ഇല്ലാത്തതാണെങ്കിൽ പുറത്തുനിന്ന് ഗണ്ണ് വെച്ച് കയറ്റാറുള്ളത്. പക്ഷെ ഇതിനകത്ത് സെൻട്രൽ ലോക്ക് ഉള്ള ഗണ്ണ് ഇതിനകത്താണ് വരുന്നത്. അതിന്റെ വയറിംഗ് കിറ്റ് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് സ്ക്രൂ എല്ലാം അഴിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂനെ അഴിക്കണം. നമ്മളിപ്പോൾ എല്ലാ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് സെൻട്രൽ ലോക്ക്. ഇതിന്റെ മോട്ടർ ഇതാണ് വരുന്നത്. മോട്ടർ കറങ്ങുന്ന സമയത്ത് ഇതിങ്ങനെ
അങ്ങനെ ഓപ്പൺ ആവും. അപ്പോൾ ഈ ഭാഗം ഊരിയത് കൊണ്ടാണ് ഓപ്പൺ ആവാത്തത്. അപ്പോൾ ഇത്രയും പാർട്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ലോക്ക്, അതായത് ഡോറ് ലോക്കാവണ ഈ സംഭവമാണ്. ഇത് ലോക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിട്ടിയോ, ഇതിങ്ങനെ ഇഞ്ചസിൽ പോയിട്ട് ഇങ്ങനെ കയറിയിരിക്കും. ഡോറാകുന്ന സമയത്ത് ഇത് ഇങ്ങനെ വന്നിട്ട് ലോക്കാവും. അപ്പോൾ പിന്നെ ആ ഇഞ്ചസിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. പിന്നെ നമുക്ക് ഡോറ് തുറക്കാൻ പറ്റില്ല. പിന്നെ അത് ഹാൻഡിൽ വലിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രസ് ആവുക. ഈ പ്രസ് ആവുന്ന സമയത്ത് എന്താ ഇത് ഓപ്പൺ ആവണം. കണ്ടോ, ഞാൻ അവിടെ പ്രസ് ആക്കാൻ പോകണേ. കണ്ടോ, അങ്ങനെ പ്രസ് ആവുന്ന സമയത്ത് നമ്മൾ ഡോറ് കേട്ടോ പുറത്തേക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള മെക്കാനിസം. ഇനിയിപ്പോൾ ഈ സാധനം പ്രസ് ആവണം എവിടെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഇതാണ് ഇതിനകത്ത് ഇത് പ്രസ് ആക്കുന്നത്. അതായത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇതിനകത്ത് ഇങ്ങനെ വെക്കുക. ഇത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഇത് അൺലോക്കാണ്. അൺലോക്കാവുന്ന സമയത്ത് ഈ സാധനം ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്കൊന്ന് താഴും. ആ താഴുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവും. ഈ ലോക്ക് ആക്കുന്ന സമയത്ത് ഈ റാഡ് നേരെ ഇങ്ങോട്ട് വന്ന് നിൽക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആവും. പിന്നെ നമ്മൾ എത്ര പ്രസ് കഴിഞ്ഞാലും ഇത് ഈ ഭാഗത്തുമായിട്ട് ഫ്രീ ആയിട്ട് പ്രസ് ആവുള്ളൂ, ഇതിലേക്ക് ടച്ച് ആവില്ല. അതുകൊണ്ടാണ് ഇത് ഡോർ ഓപ്പൺ ആവാത്ത ലോക്ക് ആക്കുന്ന സമയത്ത്. പിന്നെ അൺലോക്ക് ആക്കി കഴിഞ്ഞാൽ ഈ റാഡ് നേരെ ഇങ്ങോട്ട് പോകും. ഇത് ഇങ്ങോട്ട് പോകുകയെന്ന് വെച്ചാൽ ഈ മോട്ടറിന്റെ സഹായത്തോടെ ഇവിടെ കുറേ ലോക്കുകളുണ്ട്. ഇത് ഇതിലേക്ക് കണക്ട് ആവും. അപ്പോൾ ഈ മോട്ടർ വർക്ക് ചെയ്തിട്ട് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും. അങ്ങനെയാണ് ഇത് സെൻട്രൽ ലോക്ക് ആവുന്ന മെക്കാനിസം. ഇതിന് കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിൽ ഭയങ്കര പ്ലേ ആണ്. ഈ പ്ലേ കാരണം നമുക്ക് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റുന്നില്ല. ഇത്രയും പ്ലേ ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഇത് വലിയതുകൊണ്ട് പുറത്തുനിന്ന് തുറക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിന്റെ കംപ്ലൈന്റ്. ഈ സെൻട്രൽ ലോക്കിന്റെ കണക്ഷൻ വരുന്നത് ഈ ഭാഗത്തേക്കാണ്. അതായത് ഒക്കെ ഇലക്ട്രിക്കലി കണക്ട് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതുണ്ടോ, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ഓപ്പൺ ആവും. ഈ മോട്ടറിലേക്ക് അതായത് ഇതിലേക്ക് കണക്ട് ചെയ്യും. ഇത് മോട്ടറിലേക്ക് കണക്ട് ചെയ്യും. ഇതുവഴി കോണ്ടാക്ട് വരും. അങ്ങനെയാണ് ഇതിൽ മോട്ടറിലേക്ക് വർക്ക് ആവുന്നത്. അപ്പോൾ ഈ ലോക്ക് നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ഈ ഒരു റാഡ് വരുന്നത് നമ്മളെ കീയിലിട്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്ന റാഡാണ്. ഇതിങ്ങനെ ആവും. ഇങ്ങനെയാണ് സമയത്ത് ഫുള്ള് ലോക്കാവും. അല്ലാതെ റിമോട്ട് ഇത് ഈ റാഡ് ഇവിടെ കണക്ട് ചെയ്യും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ആകുമ്പോൾ കീയിൽ വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാം. അല്ലാത്ത പക്ഷം റിമോട്ടിൽ ലോക്ക് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് വർക്കായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. ഇതിൻ്റെ ഒരു റാഡ് ഇവിടെ വരും. ഈ കണക്ഷൻ ഇതിൽ വരും. ഈ കണക്ഷൻ നേരെ ഇതിൽ വരും. പിന്നെ മോട്ടർ വർക്ക് ചെയ്തിട്ട് ഈ ഗിയർ മോട്ടർ വർക്ക് ചെയ്തിട്ട് ആണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത്. ഇത് സാധാ ഒരു മിനി മോട്ടർ ടൈപ്പ് മോട്ടറാണ് കേട്ടോ. ഉണ്ടോ, ഇത്രേ ഉള്ളൂ. സാധാ നമ്മളെ ടോയ് കാറിലൊക്കെ ഉപയോഗിക്കുന്ന മിനി മോട്ടറില്ലേ, ആ ഒരു മോട്ടറാണ്. ഇതിലേക്ക് പ്ലസും മൈനസും കൊടുത്തിട്ട് വർക്കാക്കുന്നതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ ഡോർ ലാച്ചിനുള്ളിൽ വരുന്ന പാർട്സുകൾ. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് ഇതാകണ്ടേ, ഈ ഇതിലാണ് ഇത് പ്ലേ വന്നത്. ഇത് അത്രയും പ്ലേ വന്നുകൊണ്ട് നമുക്കിത് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റില്ല. അവിടെ വലിക്കുന്ന സമയത്ത് ഈ പ്ലേ കൂടുതലുകൊണ്ട് കൂടുതലായിട്ട് വലിയില്ല. അതാണ് ഇതിന്റെ കംപ്ലൈന്റ്. ഇതാണ് ഇതിൽ പ്ലേ വന്നിട്ടുണ്ട്. ഈ പ്ലേ മാറിക്കഴിഞ്ഞാൽ നമുക്കിത് തുറക്കാൻ പറ്റും. അപ്പോൾ ഈ സാധനമായിട്ട് സെപ്പറേറ്റ് കിട്ടും തോന്നുന്നില്ല. ഈ സാധനം സെപ്പറേറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രമായിട്ട് അഴിച്ച് മാറ്റി വെക്കട്ടെ. ഇതിനകത്ത് ഈ ഇത്രയും ഭാഗങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രമായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ ഇത് ഈ ലോക്ക് മാത്രമായിട്ട് കിട്ടും തോന്നുന്നില്ല. ഏതെങ്കിലും കാരണം വെച്ചാൽ ആരെങ്കിലും ഈ സെൻട്രൽ ലോക്കിൻ്റെ ഇതും കംപ്ലൈൻ്റ് ആയിട്ട് ഇത് മാറുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇത് എടുത്ത് ഫിറ്റ് ചെയ്ത് ഇതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും സാധാരണ കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം പാർട്സിനൊക്കെ മനസ്സിലായല്ലോ, അതിൻ്റെ മെക്കാനിക്സ് ഒക്കെ മനസ്സിലായല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോയിൽ വീണ്ടും കാണാം.